സ്ലിപ്പാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്ററിക്ക് ഫുൾ ചാർജ് ഇല്ല. ഫുൾ ചാർജ് ഉണ്ടെങ്കിൽ നല്ലോണം ലിഫ്റ്റ് ഉണ്ട്. പതുക്കെ സ്മൂത്തായിട്ട് ഇരിക്കാൻ വേണ്ടി. ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സർഫസിൽ വേണമെങ്കിൽ പോയി, അത് വെള്ളത്തിൽ കൂടെ ഓടിക്കാം, ലാൻഡിൽ കൂടെ ഓടിക്കാം, ഒരേപോലെ ഓടിക്കും. ലാൻഡിൽ കൂടെ ചുമ്മാ അങ്ങ് പോയി വെള്ളത്തിലോട്ട് ഇറങ്ങി അതേപോലെ തന്നെ ഓടിക്കാം, ഒരു വ്യത്യാസമില്ല. നമ്മുടെ ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുപോയുള്ള റോഡാണെങ്കിൽ തന്നെ ഇത് നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യും. നല്ല പവർ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ നമ്മൾ കംപ്രസറൊക്കെ വെച്ചാണ് ലിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ഫാൻ ഉപയോഗിച്ച് ലിഫ്റ്റ് കൊടുത്താൽ മതി. അതിൻ്റെ അത്ര ആവശ്യമുള്ളൂ. നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ ഒരു ബോട്ട് പോലെ ഇരിക്കും. നമ്മൾ ഈ സെയിൽ ബോട്ടൊക്കെ കണ്ടില്ലേ, പുറകിൽ ഒരു ബ്ലേഡ് ഉണ്ട്, ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നമ്മൾ അത് തന്നെ ചെയ്യുന്നത്. അവിടെ നമുക്ക് അവിടെ കാറ്റുണ്ടാവും, ഇവിടെ കാറ്റുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കാറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹൈ കറണ്ട് ഡ്രോ ചെയ്യുന്ന ഒരു മോട്ടറുണ്ട്, പ്രഷർ CC മോട്ടർ. ഇതിൽ ഹൈ കാറ്റ് നല്ലോണം വലിച്ചിടും, ഭയങ്കര സ്പീഡിലാക്കുന്നത്. അത് ഈ ബ്ലേഡിലോട്ട് കൊടുത്തിട്ട് ബ്ലേഡ് ഡയറക്ഷൻ മാറ്റിയിട്ട് നമ്മുടെ ഇത് ഇഷ്ടമുള്ള പോലെ മൂവ് ചെയ്യാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ വയർലെസ്സിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു വയർലെസ് ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് രണ്ട് കൺട്രോൾസ് ഉണ്ട്, സ്പീഡ് കൺട്രോളും പൊസിഷൻ കൺട്രോളും. മറ്റേത് എപ്പോഴും ഓൾവേസ് ഓൺ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അതിനിപ്പോൾ ചാർജില്ല, അതുകൊണ്ട് വലുതായിട്ട് മൂവ്മെൻറ്റ് നടക്കും. പക്ഷേ ഫ്രിക്ഷൻ നല്ലോണം കുറഞ്ഞു, നേരത്തേക്ക് അപേക്ഷിച്ച് നല്ലോണം കുറഞ്ഞു. ഇന്നലെ ഫുൾ ടൈം ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു, രാവിലെ തൊട്ട് ഉച്ച വരെ. അത് റേറ്റഡ് വോൾട്ടേജ് താഴെ പോയി ബാറ്ററി മര്യാദയ്ക്ക് ചാർജ് ആവുന്നത് നല്ല വില വരും. ഇതിനിപ്പോൾ തന്നെ ഒരു 1000 രൂപ റേഞ്ചിൽ വരും. ചീപ്പസ്റ്റ് ആണ് ലിപ്പോ ബാറ്ററി. ഇതിൽ ഇങ്ങനത്തെ ബാറ്ററിക്ക് മാത്രം ഇത് കറണ്ട് കൊടുക്കാൻ